നമസ്കാരം. ഡയസ് ഏറെ, ദ ഡേ ഓഫ് റാത്ത്, ജഡ്ജ്മെന്റ് ഡേ, വിധിയുടെ ദിവസം എന്ന് അറിയപ്പെടുന്ന രാഹുൽ സദാശിവൻ പ്രമേഹത്തിന് ശേഷം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഡയസ് ഏറയുടെ വിശേഷമാണ്. ഇന്നലെ രാത്രിയാണ് സിനിമ കണ്ടത്. ഫേസ്ബുക്കിൽ ഗംഭീര റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നോർമലി ആ ഭയവും അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് മുള്ളിപ്പോവും എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോണത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഭീതി എന്നുള്ള സാധനം ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് സീനിൽ മുതൽ അല്ലെങ്കിൽ 1-2 സീൻ കഴിയുമ്പോൾ മുതൽ ഒരു ചെറിയ പരിപാടി പയ്യെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ തുടങ്ങി കുറേ അങ്ങ് പോകുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗംഭീര പരിപാടിയുണ്ട്. ഗംഭീര പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ സദാശിവൻ ഭൂതത്തിനെയും പ്രേതത്തിനെയും ഒന്നും അല്ല കാണിക്കണേ, അത് കാണുന്ന ആളുകളുടെ എക്സ്പ്രഷൻസ് ആണ് കാണിക്കണേ. എന്നിട്ട് ആ എക്സ്പ്രഷൻസിൽ കൂടെ നമ്മൾ പഠിപ്പിക്കും. അതിനുശേഷം ഈ എന്താണോ ഭൂതമാണോ പ്രേതമാണോ എന്താണോ നിഴലാണോ എന്താണോ കാണിക്കാൻ പോണേ അതിന് ഡിലേ ഇടും. ഇയാൾ ഈ കാണുന്ന അഭിനേതാവിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ പേടി വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പക്ഷെ അത്രയ്ക്ക് കണ്ണടയ്ക്കണ ഒരു സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല. പേടിപ്പിച്ചു ഇല്ല എന്നല്ല, രസമായിട്ട് പോയി, നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. ഇന്റർവെല്ലിന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴത്തേക്കും ഇന്റർവെൽ ഉണ്ടായിരുന്നില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കും. സെക്കൻഡ് ഹാഫ് മുതൽ ഇത് വേറൊരു ട്രാക്കിങ് പിടിച്ചു. സെക്കൻഡ് ഹാഫ് ശരിക്കും തൂക്കി പറത്തി കളഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ സാധാരണ ഹൊറർ ഫിലിം എനിക്ക് അങ്ങനെ ഭയങ്കര പേടി ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര പേടിയുള്ള ആളൊന്നുമല്ല, പക്ഷെ ചെറിയ പേടിയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ പേടി വരുമല്ലോ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം ബുദ്ധി എന്നാ വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കണ്ണടയ്ക്കാമല്ലോ. അപ്പോൾ അടുത്തുള്ളവർ പ്രശ്നമില്ല, അടുത്തുള്ളവരാരും അങ്ങനെ പേടിച്ചില്ല എന്നാണ് എൻ്റെ കൂടെ കണ്ടവരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവരൊക്കെ പേടിച്ച് നല്ല രീതിയിൽ പേടിച്ച് എന്നൊക്കെ കേൾപ്പിക്കണമെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ആർക്കും സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അത്രയും ഇല്ലാന്നൊക്കെ കാണിക്കാനോ അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെന്ന് കാണിക്കാനായിരിക്കും. പക്ഷേ ബേസിക്കലി എൻ്റെ കൂടെ നിന്നവരെല്ലാം സെക്കൻഡ് ഹാഫ് നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. നല്ലപോലെ പേടിച്ച പോലെ തന്നെ എനിക്ക് തോന്നിയത്. എനിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. ഈ മൊത്തം സിനിമയിൽ ഒരു 4-5 ജംപ് സ്കെയർ പരിപാടികളുണ്ട്. നമുക്ക് ഇങ്ങനെ ഞെട്ടിപ്പോകും. അത്ര രീതിയിൽ കൊണ്ടുവരുന്ന 1-2 സാധനങ്ങൾ. പിന്നെ എടുത്തു പറയുന്നുണ്ട് രാഹുൽ സദാശിവന്റെ മേക്കിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഈ സംഭവം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഭയങ്കര ഒരൊറ്റ ട്വിസ്റ്റുള്ള ഒരു കഥയാണ്. ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ പ്രണവ് ഈ സീനെല്ലാം, പ്രണവ്, ജിബിൻ ഗോപിനാഥ്, പിന്നെ അരുൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഇവരെല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അത്ര കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് ഡിസൈനും പരിപാടികളും എല്ലാം ചെയ്തവർ ക്ലാസ് ആയിട്ട് ചെയ്തു എന്ന് വെച്ചാൽ ക്ലാസ് ആയിട്ട് ചെയ്തു. അടിപൊളി. പിൻ ഡ്രോപ്പ് സൈലൻസ്. കുറേ ആൾക്കാർ പുറകിലിരുന്ന് ചെറിയ ഒച്ച ഉണ്ടാകും. അപ്പം നമ്മൾ കുറച്ച് മിണ്ടാട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ മിണ്ടാട്ടത്. പിന്നെ അങ്ങോട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആ ഒരു സൈലൻസിൽ പടം കാണുമ്പോൾ അതുപോലെയാണ്. ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ തിയേറ്ററിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര കിടിലമായിട്ടാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രോസ്തറ്റിക്സ്, ഈ പരിപാടി ചെയ്തേക്കണവർ അതിൻ്റെ ഏറ്റവും മാസ്റ്ററായിട്ട് നമ്മൾ ആരുടെയാണോ ഈ പ്രോസ്തറ്റിക്സ് പരിപാടി ചെയ്തേക്കണേ ആ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പക്കായിട്ട് ചെയ്തേക്കണ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ മ്യൂസിക്, ക്രിസ്റ്റോ സേവ്യർ, എൻ്റെ മോനെ. തുടക്കത്തിൽ ഈ സിനിമ തുടങ്ങുമ്പോൾ പ്രണവിനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കാണിച്ചാണ്. അവൻ്റെ ആ ഒരു ആഡംബര ലൈഫെല്ലാം കാണിക്കുമ്പോൾ ഈ ശരിക്കും ഹോളിവുഡ് സിനിമയിൽ കാണുന്ന മ്യൂസിക്കാണ് ശരിക്കും. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നിപ്പോകും. ഇത് നമ്മുടെ പടത്തിനും ഇത്രയും ഒരു ഹോളിവുഡ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, പിടിക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ തോന്നിപ്പിച്ച ഒരു വളരെ മനോഹരമായ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ഡയസ് ഏറെ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ കാണണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. നമ്മളായിട്ട് കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ പിക്സൽ പരിപാടികളൊക്കെ ഉള്ള കറക്റ്റ് സ്ക്രീനിലാണ് കണ്ടത്. ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ സൗണ്ടൊക്കെ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇനി മുതൽ എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാലിന് പകരം ആക്ടർ പ്രണവ് എന്ന് അറിയപ്പെടും. കാരണം അത്ര കിടിലമായിട്ടാണ് സെക്കൻഡ് ഹാഫ് എടുത്തു പറയണം. സെക്കൻഡ് ഹാഫിൽ പ്രണവ് ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള വീട് പരിപാടികൾ, മൊത്തത്തിലൊരു കിടിലം പരിപാടി. ജിബിൻ ഗോപിനാഥിൻ്റെ കാര്യം പറയുന്നത് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്തൊരു സ്ത്രീയുണ്ട്, അവരുടെ പേര് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി. പക്ഷേ അവരുടെ എൽസമാനം കണ്ട ഇതിനകത്ത് കഥാപാത്രം അവർ ഗംഭീര റോളായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന ഒരാളാണ്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അവർക്കൊരു കിടില റോളായിരുന്നു സിനിമയ്ക്കകത്ത്. മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് കൊണ്ട് തൂക്കിയ ട്വിസ്റ്റ് ഉണ്ട്, ഒരു ഗംഭീര ട്വിസ്റ്റ് തൂക്കിയ ഒരു കിടില മസ്റ്റ് വാച്ച് ഫിലിമാണ് ഡയസ് ഏറെ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ട വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് bye bye.